ശശി തരൂരിനെ LDF-ലേക്ക് സ്വാഗതം ചെയ്ത് TP രാമകൃഷ്ണൻ. ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ചാൽ ശശി തരൂരിനെ LDF സ്വീകരിക്കും. LDF-ന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നുവെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. വിവിധ വിഷയങ്ങളിൽ ശശി തരൂർ കോൺഗ്രസുമായി ഭിന്ന നിലപാട് തുടരുന്നതിനിടെയാണ് തരൂരിനെ LDF-ലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പാർട്ടികളോ ഗ്രൂപ്പുകളോ വ്യക്തികളോ വരാൻ തയ്യാറാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ളത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. തരൂരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹം ഈ നിലപാട് മാറ്റിയാൽ ഈ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുമെങ്കിൽ അതുമായിട്ട് ചർച്ച ചെയ്യുന്നതിനൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മടിയില്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസ് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് അദ്ദേഹത്തിന് ബാധകമാണല്ലോ. ആ നിലപാടിനനുസരിച്ചല്ല എന്തൊക്കെ ഇനി കോൺഗ്രസ് വിട്ടാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് അദ്ദേഹവുമായിട്ട് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂരിനെ അനുനയ നീക്കത്തിലൂടെ തിരികെ കൊണ്ടുവരാനുള്ള സതീശന്റെ നീക്കത്തിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന TP രാമകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്, അല്ലേ? സോന സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിൽ പാർട്ടിയുമായി കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് ശശി തരൂരിന്. അത് വലിയ ചർച്ചയായി നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പരാമർശം വരുന്നത്. തരൂരിനെ സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നവർ പറയുന്നു. പക്ഷേ തരൂരിന്റെ നിലപാടുകളാണ് അതിൽ പ്രധാനം. കാരണം അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ്. കോൺഗ്രസിൽ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല, ശശി തരൂരിനെ പുറത്താക്കിയിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് ശശി തരൂര് പിൻവാങ്ങിയിട്ടുമില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാടുകൾ പിന്തുടരുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം LDF-ന്റെ നിലപാടുകൾ സ്വീകരിക്കുന്ന ആരെയും സ്വീകരിക്കാൻ, അല്ലെങ്കിൽ LDF-ന്റെ നിലപാടുകൾ പറ്റി മുൻപോട്ട് പോകുന്ന ആളുകളെ സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നതാണ് LDF കൺവീനർ പറയുന്നത്. മതനിരപേക്ഷ നിലപാടുണ്ട്, LDF മുൻപോട്ട് വയ്ക്കുന്ന വിവിധ വിഷയങ്ങളിലെ നിലപാടുകളുണ്ട്. അവയെല്ലാം സ്വീകരിച്ച് അവയെല്ലാം പാലിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറായിട്ടുള്ള ആളുകളെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് LDF കൺവീനർ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ ശശി തരൂരുമായി നിലവിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് മാറി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലപാട് ഏത് നിലയിലായിരിക്കുമെന്നതും ചർച്ചയ്ക്ക് വിധേയമാക്കാമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഇപ്പോൾ പല വിഷയങ്ങളിലും ശശി തരൂർ കോൺഗ്രസുമായി അകന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. പാർട്ടി യോഗങ്ങളിൽ പോലും പങ്കെടുക്കാതെ അകന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾ നടന്നാൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെ സ്വാഗതം ചെയ്തതടക്കം വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിലവിലെ രാഷ്ട്രീയത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ശശി തരൂരിന്റെ ഈ അയഞ്ഞ നിലപാട്, കോൺഗ്രസിനുള്ളിലെ ഈ അയഞ്ഞ നിലപാട് അതൊന്ന് മുതലെടുക്കാൻ, അല്ലെങ്കിൽ അത് തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായ നിലയിൽ ഉപയോഗിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് LDF ഉള്ളത്. അപ്പോഴും ശശി തരൂരിന്റെ കോൺഗ്രസ് നിലപാടുകളിൽ നിന്നും മാറി നൽകിയത്.